ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന. പ്രധാനമന്ത്രി എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. അംഗീകാരം നരേന്ദ്രമോദി അദ്വാനിയെ തുടർച്ചയായി അവഗണിക്കുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടെയാണ്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേർന്നു. വിഷ്ണു, കാര്യങ്ങളിൽ അല്പം കൂടി വ്യക്തമാകുന്നു. അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു. രാമക്ഷേത്ര പ്രതിഷ്ഠയിലേക്ക് ബി.ജെ.പിയെ കൊണ്ടെത്തിച്ചത്, സംഘപരിവാർ തേരോട്ടത്തിന് വഴിയൊരുക്കിയത് അദ്വാനിയുടെ രഥയാത്ര. അടുത്ത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അദ്വാനിക്കല്ലാതെ മറ്റാർക്കും ഭാരതരത്നം നൽകാതിരിക്കാൻ അദ്വാനി അല്ലാതെ മറ്റൊരു യോഗ്യനില്ല എന്നിപ്പോൾ സംഘപരിവാരത്തിന് അറിയാം. അദ്വാനിയെ മോദിക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. രാഷ്ട്രീയമായി അവരെ സംബന്ധിച്ചും ആ തേരോട്ടത്തിൻ്റെ നേതൃത്വം വഹിച്ച അയോധ്യ പ്രതിഷ്ഠയിലേക്ക് വരെ എത്തിച്ചേർന്ന ആ നേതാവിനെ അവർ അംഗീകരിച്ചിരിക്കുന്നതിലൂടെ നൽകുന്ന മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. വിഷ്ണു. സിജു, തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഇപ്പോൾ അയോധ്യ പ്രതിഷ്ഠയ്ക്ക് പിന്നാലെയാണ് എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന നൽകിക്കൊണ്ടൊരു പ്രഖ്യാപനം വരുന്നത്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എക്സിലൂടെ ഇക്കാര്യം അറിയിച്ചത്. അദ്ദേഹത്തിന്റെ, അതായത് എൽ.കെ. അദ്വാനിയുടെ സംഭാവന, രാജ്യത്തിന് തന്നെ വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് എൽ.കെ. അദ്വാനി. അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഭാരതരത്ന നൽകുന്നു എന്നതാണ് നരേന്ദ്രമോദി എക്സിലൂടെ അറിയിച്ചത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. 2024 തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ അയോധ്യ തന്നെയാണ് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത്. പ്രതിഷ്ഠാ ചടങ്ങുകൾ പോലും നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ പ്രതിഷ്ഠ നടത്തുന്നു. അപ്പോൾ ആ അയോധ്യയ്ക്ക് വഴിവെച്ച എൽ.കെ. അദ്വാനിക്ക് തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ഭാരതരത്ന നൽകുന്നതിലൂടെ ആ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യമെന്ന് ഇപ്പോൾ ബി.ജെ.പി. അല്ലെങ്കിൽ സംഘപരിവാർ വ്യക്തമാക്കുകയാണ്. സിജു. ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന നൽകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. അദ്വാനിയുടെ രഥയാത്ര, അതിനെ തുടർന്ന് രാജ്യത്തുണ്ടായ വലിയ സംഭവവികാസങ്ങൾ, ബാബറി മസ്ജിദിന്റെ തകർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അയോധ്യ പ്രതിഷ്ഠ നടത്തി അതിലൂടെ നേട്ടം കൊയ്യാനൊരുങ്ങുന്ന മോദി സർക്കാരിന്റെ നിലപാട്, അതിന്റെ തുടർച്ചയായി തന്നെ വേണം ഈ അദ്വാനിക്കുള്ള ഭാരതരത്നയും കാണാൻ.